രണ്ട് മലയാളി ഭീകരരെ NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും പത്രത്തിൽ നിങ്ങൾ കണ്ടോ? വെറുതെ ഒന്നുമല്ല, ഇത് പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിച്ചു. പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിച്ചത് മാത്രമല്ല, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനാഘോഷം തകർക്കാൻ ബോംബ് സ്ഫോടനങ്ങൾ, IED ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് സ്ഫോടനങ്ങൾ നടത്തി ഇന്ത്യയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച പാക് ഭീകര സംഘടനയുമായി ബന്ധമുള്ള 2 മലയാളികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ പത്രത്തിൽ വാർത്തയില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ എക്സിലൂടെ പുറത്തുവിട്ട വാർത്തയാണ്. 1-2 പേരെയല്ല, ഇന്ത്യയിൽ ഏതാണ്ട് വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് റെയ്ഡ് നടത്തി, രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തി NIA 253 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ 2 പേർ മലയാളികളാണ്, കേരളത്തിൽ നിന്നാണ്. അവരുടെ പേര് വിവരങ്ങൾ തൽക്കാലം പുറത്തുവിടുന്നില്ല. അവരെ കേന്ദ്ര ഏജൻസി എടുത്ത് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പേര് പുറത്തുവിടാത്തത് എന്ന് ചോദിച്ചാൽ, വിടേണ്ട സമയമാകുമ്പോൾ വിടും. പക്ഷേ 2 മലയാളികളുണ്ട് എന്ന് പറയുന്നത് നമുക്ക് അഭിമാനകരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്പർ 1 മലയാളി, നമ്പർ 1 കേരളം, കേരള സാർ, നമ്പർ 1 സാർ എന്നൊക്കെ പറയുന്ന മലയാള മാധ്യമ പ്രവർത്തകരും പ്രവർത്തകമാരും എന്താണ് ഇന്ത്യയിൽ എവിടെ പാകിസ്ഥാൻ സ്ഫോടനങ്ങൾ നടത്താൻ പ്ലാൻ ചെയ്താൽ അതിൽ മലയാളി ഉണ്ട് എന്ന കാര്യം മിണ്ടാതിരിക്കുന്നത്? ഈ 2 മാസം മുമ്പാണ് അഹമ്മദാബാദ് സ്ഫോടന കേസിലെ പ്രതികളായ 3 മലയാളികൾക്ക് 2 പേർക്ക് വധശിക്ഷയും ഒരാൾക്ക് ജീവപര്യന്തം തടവും വിധിച്ചു. കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തില്ല. 2 പേർ ഇരാറ്റുപേട്ടക്കാരായിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ. ആ 2 പേർ ചേട്ടാനിയന്മാരായിരുന്നു, സഹോദരങ്ങളായിരുന്നു. ഒരാൾ ആലുവക്കാരനാണ്. ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല. അനേകം പേരെ ബോംബ് വെച്ച് കൊന്ന കേസിലെ പ്രതികൾക്ക് വധശിക്ഷയും ജീവപര്യന്തവും വിധിച്ചതിൽ 3 മലയാളികളുണ്ട് എന്ന വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കി ചർച്ച ചെയ്തില്ല. കാരണം കേരളത്തിൽ നിന്ന് ആരും തീവ്രവാദികളില്ല, പ്രവർത്തനത്തിന് പോകുന്നില്ല. മലയാളികളിൽ തീവ്രവാദികളില്ല. കേരളത്തിൽ കേരള സ്റ്റോറിയിലെ പോലെയുള്ള സംഭവങ്ങൾ നടക്കുന്നില്ല എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്ക് ഇക്കാര്യം പറഞ്ഞാൽ, സമ്മതിച്ചാൽ അവരുടെ മുൻവാദങ്ങൾ അപ്രസക്തമായി പോവും, കളവാണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുമെന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇതെല്ലാം മുക്കിവെക്കും. അപ്പോൾ ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത് അത്ര നിസ്സാര കണക്കൊന്നുമല്ല. 253 പേരിൽ ഉത്തർപ്രദേശിൽ നിന്ന് 62 പേർ, ഹരിയാനയിൽ നിന്ന് 52 പേർ, ഡൽഹിയിൽ നിന്ന് 5 പേർ, പഞ്ചാബിൽ നിന്ന് 44 പേർ, രാജസ്ഥാനിൽ നിന്ന് 15 പേർ, മഹാരാഷ്ട്രയിൽ നിന്ന് 8 പേർ, ഉത്തരാഖണ്ഡിൽ നിന്ന് 5 പേർ, കർണാടക, ഗുജറാത്ത്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് 3 പേർ വീതം, തെലങ്കാന, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, കേരളം എന്നിവിടങ്ങളിൽ നിന്ന് 2 പേർ വീതം. ഇത്രയും പേരെയാണ് അറസ്റ്റ് ചെയ്തത് എന്ന് പറയുന്നു. ഇവരൊക്കെ വലിയ തോതിൽ പാകിസ്ഥാൻ്റെ സഹായം പറ്റി ഇന്ത്യയിൽ സ്ഫോടനം നടത്താൻ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ, അപ്പോൾ കേരളത്തിൽ നിന്ന് 2 പേരുണ്ടെങ്കിൽ മിക്കവാറും കേരളത്തെ പൊട്ടിക്കാനായിരിക്കും. പക്ഷേ കൃത്യമായി സംസ്ഥാന പോലീസ് സേനയുടെയും ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഓർഗനൈസ്ഡായിട്ട് ഇന്ത്യ മുഴുവൻ നടത്തിയ റെയ്ഡിലാണ് ഈ 253 പേരുടെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് പറയില്ല എന്നതിൻ്റെ കാരണം, ഒന്ന്, ഇത് മുസ്ലിം തീവ്രവാദ സംഘടനകളാണ്. കാരണം മുസ്ലിങ്ങളിൽ തീവ്രവാദികളില്ല, തീവ്രവാദികൾക്ക് മതമില്ല എന്നാണല്ലോ പറയുന്നത്. പക്ഷേ പിടിക്കപ്പെട്ട എല്ലാ തീവ്രവാദികൾക്കും മതമുണ്ടായിരുന്നു. ഇതൊരു വലിയ കാര്യം. ലോകത്തെവിടെയും തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ആളുകളെ പിടിച്ചാൽ അവർക്ക് മതമുണ്ട്. അവരുടെ മതം എന്ന് പറയുന്നത് ഏത് മതമാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ മുസ്ലിങ്ങളെ തീവ്രവാദികളെന്ന് വിളിക്കാമോ? മുസ്ലിങ്ങളെ ആരും തീവ്രവാദികളിൽ നിന്ന് വിളിക്കുന്നില്ല. അവരിൽ നിന്ന് പിടിക്കപ്പെടുന്നവരെ തീവ്രവാദികളെന്ന് വിളിക്കും. പക്ഷേ അവരുടെ പേര് പറയാൻ പാടില്ല. അത് മുസ്ലിം സമുദായത്തിന് ആക്ഷേപമാണ്. എന്നാൽ ഏതെങ്കിലും മുസ്ലിം ഈ തീവ്രവാദ പ്രവർത്തനത്തിന് പിടികൂടുന്ന ആളുകളെ തള്ളിപ്പറഞ്ഞതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പഹൽഗാം ആക്രമണത്തിന് മതം ചോദിച്ച് ഒരു മലയാളി ഉൾപ്പെടെ 26 പേരെ വെടിവെച്ച് കൊന്നതിനെ എത്ര മുസ്ലിമുകൾ നിങ്ങൾ കാണുന്ന ഫേസ്ബുക്കിൽ, നിങ്ങൾ കാണുന്ന ഇൻസ്റ്റയിൽ, നിങ്ങൾ കാണുന്ന എക്സിൽ അപലപിച്ചു പ്രിയപ്പെട്ടവരെ? ഇല്ല. എന്നാൽ സോഷ്യൽ മീഡിയ എടുത്താൽ മുസ്ലിം നാമധാരികളാണ് ഏറ്റവും കൂടുതൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. പഹൽഗാം വന്നപ്പോൾ സ്വിച്ചിട്ടതുപോലെ സൈലൻ്റ് ആയിരുന്നു. എന്നിട്ട് വേറെ ചിലർ പറഞ്ഞു അത് ഇന്ത്യൻ സർക്കാർ, BJP, RSS ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്ന് പറയും. ഒന്നുകിൽ പണ്ടൊക്കെ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അത് പറയും ഇതെല്ലാം ജൂതനാണ്, IS ഉണ്ടാക്കിയത് ജൂതനാണ്, ഒസാമ ബിൻ ലാദനും ജൂതനാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. വലിയ താമസമില്ലാതെ ഒസാമ ബിൻ ലാദൻ മുസ്ലിം പേരും താടി നീട്ടി വളർത്തിയ ഒരു ജൂതനാണെന്ന് നാളെ പറയും. അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവരുടെ പക്കൽ നിന്ന്
പിടിച്ചെടുത്തിട്ടുള്ള ആയുധങ്ങളുടെ വിവരം പറയുന്നത് പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറി നിർമ്മിച്ച പിസ്റ്റലുകൾ, IEDകൾ, ബോംബുകൾ, വെടിയുണ്ടകൾ, CCTV ക്യാമറകൾ, ചൈനീസ് നിർമ്മിത CCTV ക്യാമറകൾ. പോലീസ് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവർ വന്നിട്ട് പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിലൊക്കെ ചൈനീസ് നിർമ്മിത വൈഫൈ സംവിധാനമുള്ള CCTV ക്യാമറകൾ സ്ഥാപിക്കും. എന്തിനാണെന്നറിയാമോ? ഇപ്പോൾ സൈന്യം സഞ്ചരിക്കുന്ന വഴി, മിലിറ്ററി മൂവ്മെൻറ്റ് ഉള്ള സ്ഥലങ്ങളുടെ പാലങ്ങൾ അവിടെയൊക്കെ വെക്കും. അപ്പോൾ ഇന്ത്യയുടെ സേനാ വിന്യാസത്തിൻ്റെ കൃത്യമായ ചിത്രങ്ങൾ, വിഷ്വൽസ് പാകിസ്ഥാനിലേക്ക് പോകും. ഇവരെ ഈ 251 പേരെ ഇത്തവണ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ, 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ തകർക്കാൻ വേണ്ടി രാജ്യവ്യാപകമായി ബോംബ് വെക്കാൻ പ്രേരിപ്പിച്ചത് പാകിസ്ഥാനിലെ കറാച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഷഖ്സാദ് ഭട്ടി നെറ്റ്വർക്ക് എന്ന് പറയുന്ന SBN എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കാണ്. ഈ SBNനെ കുറിച്ച് 2 ആഴ്ച മുമ്പ് ഇന്ത്യ ലൈവിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നോക്കൂ, നമ്മൾ ആ വീഡിയോ ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുകയാണ്. നമുക്കപ്പോൾ കിട്ടുന്ന വാർത്തകളുടെ ആധികാരികതയെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മളന്ന് പറഞ്ഞു SBN എന്ന് പറയുന്ന ഷഖ്സാദ് ഭട്ടി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കറാച്ചിയിൽ താമസിക്കുന്ന UAEയിലും പാകിസ്ഥാനിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ആയിട്ട് വിധ്വംസക പ്രവർത്തനവും പണസമാഹരണവും മതപ്രചാരണവും നടത്തുന്ന ഷഖ്സാദ് ഭട്ടി എന്ന് പറയുന്ന ഒരു 40-കാരൻ്റെ ഗ്യാങ്സ്റ്റർ ടീമാണ്. പാകിസ്ഥാനിലെ ISI സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു അധോലോക സംഘമാണ്. 333 എന്നുള്ള പേരിൽ ഇയാൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടൽ നടത്തും. സോഷ്യൽ മീഡിയയിലൂടെ ഇയാൾ മതകാര്യങ്ങളൊക്കെ പറയും. ഇത് വായിക്കുന്ന, ഇത് കാണുന്ന, ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന അതിർത്തി സംസ്ഥാനങ്ങളിലെ മുസ്ലിം ചെറുപ്പക്കാർ അതിൽ ആകൃഷ്ടരാകും. 333യുടെ ഭാഗമായി അവരെ കണ്ടെത്തിയിട്ട് ഇയാൾ എന്ത് ചെയ്യും? ആദ്യം പറയുന്നത് വിവിധ സ്ഥലങ്ങളിൽ ഇന്ത്യക്കെതിരെ പോസ്റ്ററുകൾ ഒട്ടിക്കുക. ഇൻ്റലിജൻസ് ഏജൻസി പറയുന്നത് എന്നറിയോ? ഇവരെ പിടികൂടിയതിന് ശേഷം കേന്ദ്ര ഏജൻസി പറയുന്നത് ഇങ്ങനെ യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്ററിൻ്റെ മാറ്റർ അയച്ചു കൊടുക്കും സാമൂഹ്യ മാധ്യമത്തിൽ കൂടി. എന്നിട്ട് പറയും, നിങ്ങൾ ഈ പോസ്റ്റർ ഒരു 10 പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ നാട്ടിൽ ഒട്ടിക്കുക. വെറുതെ ഒന്നും വേണ്ട, ബാങ്ക് അക്കൗണ്ടിലേക്ക് കാശിട്ട് കൊടുക്കും. 5-10 പോസ്റ്റർ ഒട്ടിച്ചാൽ 5000 മുതൽ 10000 രൂപ വരെ കൊടുക്കും. അപ്പോൾ എന്ത് പോസ്റ്ററാണെങ്കിലും രാത്രിയുടെ മറവിൽ ഈ ചെറുപ്പക്കാർ ഈ 333യുടെ ഗ്യാങ്ങിൽപ്പെടുന്ന, അവരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽപ്പെടുന്ന, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ അവരുടെ അക്കൗണ്ട് എടുത്ത് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കും. അവർ രാത്രി കൊണ്ട് ഈ പോസ്റ്റർ ഒട്ടിക്കും. കാരണം 10 പോസ്റ്റർ ഒട്ടിച്ചാൽ 5000-10000 രൂപ കിട്ടിയാൽ അത് നല്ല കാര്യമല്ലേ? അങ്ങനെ ഇവർക്ക് പണം കൊടുത്ത് പതുക്കെ ഇവരെ കൊണ്ട് സൈനിക നീക്കങ്ങൾ, നാട്ടിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ ചിത്രമെടുക്കൽ, ഈ തന്ത്രപ്രധാന സ്ഥാപനങ്ങളുടെ ചിത്രമെടുത്ത് അയച്ചു കൊടുക്കൽ, ഇത്തരം പരിപാടികൾ ചെയ്യിക്കും. പിന്നെയാണ് നിങ്ങളോട് IED ഉൾപ്പെടെയുള്ള ബോംബുകൾ അയച്ചു തരാം, അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട, അത് ടൈമറുള്ള ബോംബാണ്, അവിടെ കൊണ്ട് വെച്ചാൽ മതി, എന്നിട്ട് നിങ്ങൾ പൊക്കോ, മുഖം മറച്ചിട്ട് ഒക്കെ പോയാൽ മതി. അടുത്തുള്ള ക്യാമറകളിലൊന്നും പെടാതെ നിങ്ങളുടെ മുഖമൊക്കെ മറച്ചിട്ട് ഏതെങ്കിലും മാർക്കറ്റിലോ ഏതെങ്കിലും വണ്ടിയുടെ താഴെയോ സ്കൂട്ടറിലോ ഒക്കെ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ സ്ഥലം വിട്ടാൽ മതി, നിങ്ങൾക്കതിന് വലിയ തുക. അപ്പോൾ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ 5000 മുതൽ 10000 രൂപ വരെ കൊടുക്കാൻ തയ്യാറാവുന്ന ഈ SBN നെറ്റ്വർക്ക് ഇങ്ങനെ ബോംബുകൾ സ്ഥാപിക്കാൻ വേണ്ടി എത്ര രൂപ കൊടുക്കുന്നുണ്ടാവും? ലക്ഷക്കണക്കിന് രൂപ കൊടുക്കും. അപ്പോൾ മതത്തിൻ്റെ ഒരു ഭ്രാന്ത് മതഭ്രാന്ത് കയറിയ ഈ ചെറുപ്പക്കാർ ഇതിൽ ആകൃഷ്ടരായിട്ട് ഇത് ചെയ്യുന്നു. അങ്ങനെയാണ് ഇവർ ഈ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് പഞ്ചാബിലും ഗുജറാത്തിലും ഒക്കെ അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ SBNനെ ഉപയോഗിച്ച് ISI ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത് ഇത്തരം സ്ഫോടനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇത് കേന്ദ്ര ഏജൻസികളുടെ വെളിപ്പെടുത്തലാണ്. അപ്പോൾ ഒരു വലിയ നെറ്റ്വർക്കാണ്. നോക്കൂ, അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. 333 എന്നുള്ള പേജിലൂടെ മതപരമായ പ്രഭാഷണങ്ങളും ആശയങ്ങളും പ്രചരിപ്പിക്കുന്നു. അതുകണ്ട് ലൈക്ക് അടിക്കുന്നു, ഷെയർ അടിക്കുന്നു, ഫോളോ ചെയ്യുന്നു. അവരുടെ സിസ്റ്റം ഉണ്ടാക്കി അവർക്ക് പണം ഉൾപ്പെടെയുള്ള കൊടുക്കുന്ന പരിപാടി ചെയ്യുന്നു. ഇതിൽ കേരളത്തിലെ എത്ര പേർ പെട്ടിട്ടുണ്ടാവാം? പോസ്റ്റർ ഒട്ടിക്കാൻ 5000 വാങ്ങുന്നവൻ നാളെ ബോംബ് വെക്കാൻ 1 ലക്ഷം തരാം എന്ന് പറഞ്ഞാൽ അത് ചെയ്യും. സ്വാഭാവികമാണ്. അങ്ങനെ ചെയ്താൽ നിനക്ക് സ്വർഗം കിട്ടുമെന്നും മദ്യപ്പുഴ കിട്ടുമെന്നും 72 ഹൂറിമാരെ കിട്ടുമെന്നുള്ള വാഗ്ദാനം കൂടി ആവുമ്പോൾ പിന്നെ മതി മറന്ന് മതത്തിനടിപ്പെട്ട് എന്തും ചെയ്യുന്ന ഭീകരന്മാരായി ഇവർ മാറുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഷഖ്സാദ് ഭട്ടി നെറ്റ്വർക്കിനെ പിടികൂടിയിരിക്കുന്ന വാർത്ത. സത്യത്തിൽ ഞെട്ടിക്കുന്ന വാർത്തയാണ്. 251 പേർ
53 പേർ. ഇത്രയും സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി, പഞ്ചാബ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, കർണാടക, ഗുജറാത്ത്, ബീഹാർ, തെലങ്കാന, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, കേരളം, ഇത്രയും സ്ഥലങ്ങളിലാണ് ഈ ആളുകളെ റിക്രൂട്ട് ചെയ്തത്. അപ്പോൾ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഓഗസ്റ്റ് 15-മായി ബന്ധപ്പെട്ട് സ്ഫോടനങ്ങൾ നടത്താനാണ് ഇവർ പദ്ധതിയിട്ടത് എന്നാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന സൂചന. കേരളത്തിൽ നിന്ന് പിടികൂടിയ ധീരന്മാരായ മലയാളികൾ. ഇനി ഇവരെ പിടികൂടുമ്പോൾ നാളെ പറയുമായിരിക്കുമല്ലോ, ഇപ്പോൾ ഇവരൊക്കെ ഈ ഭീകരപ്രവർത്തനം നടത്തുന്നവരെയൊക്കെ പോരാളികളെന്നൊക്കെ വിളിക്കുന്ന മാധ്യമങ്ങളും ചാനലും ഒക്കെ കേരളത്തിലുണ്ട്. അവർ ധീരന്മാരായ പോരാളികളെന്ന് പറഞ്ഞിട്ട് ഇവരെ ഇനി അവതരിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പോലീസിൻ്റെ പീഡനകഥ ഇനിയിപ്പോൾ ഉറപ്പാണ്, ഇവരുടെ പേര് പുറത്തു വരും 2 ദിവസത്തിനാവും. 2 മലയാളികൾ ആരാണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ആ വീട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലും. അയ്യോ, എൻ്റെ മക്കൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ, അവൻ പൂക്കളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അവന് പൂമ്പാറ്റകളെ ഇഷ്ടമായിരുന്നു, അവനൊരു കുഞ്ഞു പൂച്ചയുണ്ടായിരുന്നു, എപ്പോഴും അവൻ പൂച്ചയെ മടിയിലെടുത്ത് തലോടിക്കൊണ്ടിരിക്കുന്നവനാണ്, അവനിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവൻ്റെ പേര് മുസ്ലിം നാമം ആയതുകൊണ്ട് അവനെ പീഡിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിലെ പോലീസ് ഉണ്ടാക്കിയ കള്ളക്കേസാണ്, ഇത് അമിത്ഷായുടെ വേട്ടയാടലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നാരേറ്റീവ്സ്, സ്റ്റോറികൾ ഇനി വരും. ഉറപ്പാണ്. ഇപ്പം ഈ ഹൈക്കോടതി വധശിക്ഷ വിധിച്ച 2 മലയാളികളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴും ഉണ്ടായി അവരുടെ വീട്ടിൽ പോയിട്ട് എൻ്റെ മകൻ അങ്ങനൊന്നും അല്ല കേട്ടോ, അവൻ സാധുവാന്ന് പറഞ്ഞില്ല, അവൻ വേറെ ജയിലിലായിരുന്നു, വേറെ ജയിലിൽ കിടന്നുകൊണ്ട് അവൻ അങ്ങനെ ഈ സ്ഫോടനം നടത്തും. എന്തിനാ വേറെ ജയിലിൽ പോയത്? അത് വേറെ സ്ഥലത്ത് ബോംബ് വെച്ചതിനാ. എന്നിട്ട് പറഞ്ഞതെന്താ, അവൻ സ്ഥലത്തില്ലായിരുന്നു. അവൻ സ്ഥലത്തില്ലാത്തതിന് കാരണം എന്താ? അവൻ ജയിലിലായിരുന്നു. എന്താ ജയിലിലാവാൻ കാരണം? അത് ബോംബ് വെച്ചു. ചുമ്മാ ഒരു ബോംബ് വെച്ചു. അത് വെച്ച് അതങ്ങ് പൊട്ടി, കുറച്ച് പേര് മരിച്ചു. അവനിപ്പോൾ എന്ത് ചെയ്യാനാ? അവൻ ബോംബ് വെച്ചതേ ഉള്ളൂ. പാവം. പൂക്കളെ സ്നേഹിക്കുന്നവൻ, പൂമ്പാറ്റയെ സ്നേഹിക്കുന്നവൻ, ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. ഏതായാലും 2 ദിവസത്തിനകം ഈ 2 മലയാളികളുടെ പേര് നമുക്ക് അറിയാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത്തരം നാരേറ്റീവ്സ്, ഉടനെ ഭീകരവാദ കേസിൽ പിടിയിലാവുന്നവൻ്റെ വീട്ടിൽ പോയി അമ്മയുടെ അനിയത്തിയുടെയും ഇൻ്റർവ്യൂ എടുക്കുന്ന മാധ്യമപ്രവർത്തകരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നതുകൂടി നമ്മളൊന്ന് ഓർക്കണം. ഏതായാലും മാധ്യമങ്ങൾ മറച്ചു വെക്കട്ടെ, പക്ഷേ ഇന്ത്യ ലൈവ് ഉണ്ട് ഇതൊക്കെ പറയാൻ. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചെയ്യണേ.